സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ സഭയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക കൂട്ടായ്മ എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്ലെസ്സിങ് ആണ്. ഇവിടെ വരുന്ന ഓരോ സൺഡേയിലും അല്ലെങ്കിൽ ഓരോ മീറ്റിങ്ങുകളിലും കർത്താവ് എനിക്ക് തന്ന ഓരോ അവസരങ്ങളും ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും അതെൻ്റെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ് ആകുകയും ചെയ്യുന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ പ്രാവശ്യം വരുമ്പോഴും കർത്താവ് സംസാരിക്കുന്ന ഓരോ വചനങ്ങൾ അത് നിങ്ങളോട് പറയുന്നതിനേക്കാൾ അപ്പുറമായി കർത്താവ് എന്നോട് സംസാരിക്കുന്ന ദൈവിക ദൂതുകളാണ്. ഇവിടുന്ന് ലഭിക്കുന്ന ആത്മീക ചില സഭകളുണ്ട്, ഞാൻ സ്ഥിരമായി പോകുന്ന പല സഭകളുണ്ട്. ആ സഭകളിൽ നിന്നെല്ലാം സ്ഥിരമായി പോകുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം അവിടെ ഒരു ആത്മമണ്ഡലം എനിക്കായി തുറന്നു കിടക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെ ചെന്ന് കയറി ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ മിനിസ്ട്രിയുടെ അടുത്തൊരു റേഞ്ച് തുറക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ചില സഭകളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുള്ളത്. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കും. ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോൾ ആരും ആമേൻ പറഞ്ഞില്ല. ആത്മാവ് നമ്മളോട് സംസാരിക്കും. ഷിജിനച്ചൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഹൃദയത്തെ വല്ലാതെ തൊടുവാനിടയായി. ആർക്കും അത് മനസ്സിലാകുകയില്ല, എനിക്ക് പക്ഷെ മനസ്സിലാകും. ആ ഒരു വേദന എല്ലാവർക്കും അങ്ങനെ മനസ്സിലാകുകയില്ല. ഞങ്ങളെപ്പോലുള്ള കുറച്ച് ദൈവദാസന്മാർക്ക് അത് മനസ്സിലാകും. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പുതിയൊരു സാക്ഷ്യം ദൈവാത്മാവ് തരും. ഞാൻ അവിടെ ഇരുന്ന് ഹൃദയത്തെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു കുഞ്ഞെന്നല്ല ഇരട്ടക്കുഞ്ഞ് എന്നുള്ളൊരു സാക്ഷ്യം കേൾക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അതങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ചെറിയൊരു സന്ദേശം നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. അന്യഭാഷയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാവരും അന്യഭാഷകളിൽ ഒരു പ്രൊഫറ്റിക്കലി കർത്താവ് ഈ സൺഡേയിൽ ഒരു പ്രൊഫറ്റിക് അനോയിന്റിങ് ചിലരുടെ മേൽ ദൈവാത്മാവ് വയ്ക്കാൻ പോവുകയാണ്. ആരോടൊക്കെയോ ചില ദൂതുകൾ ദൈവാത്മാവ് പകരാനുണ്ട്. ഈ തുടക്കത്തിലെ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, ഗ്ലോറിയസ് റിട്ടേൺ. ഒരു പദം നിങ്ങളോട് പറഞ്ഞ് തുടങ്ങാനാണ് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നത്. ഗ്ലോറിയസ് റിട്ടേൺ, മഹത്വപൂർണമായ മടങ്ങിവരവ്. ചിലർക്ക് വേണ്ടി ദൈവാത്മാവ് കൽപ്പിക്കുകയാണ്, ഒരു മടങ്ങിവരവിനെ കൽപ്പിക്കുകയാണ്. നീ പിന്മാറി പോകേണ്ടവനല്ല, നീ പിറകോട്ട് നടക്കേണ്ടവനല്ല. ആമേൻ. സാഹചര്യങ്ങൾ നിന്നെ പലതിലേക്കും കൊണ്ടെത്തിച്ചെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇത് കേൾപ്പിക്കാനായി ഇതിനകത്ത് കയറ്റിയത് മഹത്വപൂർണമായ മടങ്ങിവരവ്. ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിനക്കൊരു മടങ്ങി വരവ്. പണ്ടത്തെ കാലത്തെ പോലെ, പഴയ കാലത്തെ പോലെ നിന്റെ നല്ല കാലങ്ങൾ മടങ്ങി വരുന്നത് നീ ഈ സീസണിൽ കാണാൻ പോകുകയാണ്. 2024 നീ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇന്നലകളിലേക്ക് നീ ഒരു മടങ്ങിപ്പോക്ക് നടത്താൻ പോവുകയാണ്. അയ്യോ, ഈ ദൂത് ചിലരെ തൊടുന്നല്ലോ, ചിലരെ തൊടുന്നല്ലോ. ആത്മാവ് ചിലരെ തൊട്ടു തുടങ്ങിയല്ലോ. മടങ്ങി വരവ്, മടങ്ങി വരവ്, മടങ്ങി വരവ്. ഓ, അന്തരീക്ഷം ചേഞ്ച് ആവട്ടെ, അന്തരീക്ഷം ചേഞ്ച് ആവട്ടെ. ആമേൻ. ഹല്ലേലൂയ. കാർമേഘം പോലെ അവൻ കുടുംബങ്ങളുടെ മേൽ ഇനി മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് അവൻ കുടുംബങ്ങളുടെ മേൽ കാർമേഘം പോലെ അവൻ ഉയർന്നു നിൽക്കുന്ന ശത്രുവിന്റെ എല്ലാ ആധിപത്യങ്ങളെയും യേശുവിന്റെ അഭിഷക്തൻ എന്ന നിലയിൽ ഞാനിനെ ഉരട്ടിക്കളഞ്ഞ് ഒരു പുതിയ പ്രസാദ വർഷത്തെ ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഇത് നീ കരയാനുള്ള സീസൺ അല്ല, ഇത് നീ തകരാനുള്ള സീസൺ അല്ല. ആമേൻ. ഇത് നീ ലജ്ജിക്കാനുള്ള സീസൺ അല്ല,
ഇത് നിന്റെ തല താഴ്ത്തുവാനുള്ള സീസൺ അല്ല. നിന്റെ തല ഉയർത്തി നീതിമാന്റെ കൊമ്പുകളെ പന പോലെ ഉയർത്തുമെന്ന് ആമേൻ 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 ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചിലരുടെ കൊമ്പുകളെ കാട്ടുപോത്തിന്റെ കൊമ്പുകളെ പോലെ അവൻ നിവർത്തി നിർത്തുന്ന സീസണിലേക്ക് സ്വീകരിച്ചു തുടങ്ങുക, സ്വീകരിച്ചു തുടങ്ങുക. അന്യഭാഷകളിൽ അല്പസമയം പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഭയങ്കര ദൈവസാന്നിധ്യം ഇതിനകത്ത് ചലിച്ചതിനായി സ്തോത്രം. ഈ തുടക്കത്തിൽ തന്നെ കർത്താവ് ചിലരോട് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇതുവരെ ഇല്ലാത്ത ഒരു ഗ്ലോറിയസ് മൂവ്മെന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ 2023 അവസാന സമയത്ത് ഞങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെല്ലാം ഒരു ചില വാചകങ്ങൾ പോലെ ഞങ്ങളുടെ കർണപടത്തിലുണ്ട്. എന്നാൽ അത് വെറും ഒരു വാചകമായി മാറാതെ അത് കാണുന്ന ദിവസങ്ങളാക്കി ദൈവാത്മ മാറ്റണം. 2023 നീ എന്ത് ചെയ്യുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഈ ചില ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2024 കടക്കുന്നതിന് മുൻപ് ചില വാഗ്ദത്തങ്ങളെ കൈയെത്തി പിടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് കിടക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഒരു പവർ പാക്കേജ് മെസ്സേജ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു യാത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സന്ദർഭമാണ് നമ്മളുടെ ഇന്നത്തെ സന്ദേശം. ഈ സന്ദർഭം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് ശേഷം ശിഷ്യന്മാർ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സ്ത്രീകൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ സുഗന്ധദ്രവ്യം പൂശേണ്ടതിന് കല്ലറയിൽ ചെല്ലുന്നു. കല്ലറയിൽ എന്തില്ല? യേശുവിന്റെ ശരീരമില്ല. അതിനുശേഷം 2 ശിഷ്യന്മാർ യേശുവിന്റെ ആ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ അടുക്കിൽ നിന്നും എമ്മൗസിലേക്ക്, അവരുടെ പട്ടണമായിരിക്കുന്ന എമ്മൗസിലേക്ക് യാത്ര പോവുകയാണ്. ഒരു യാത്ര. ഇത് പോകുന്നത് ആരാണെന്ന് ഇവിടെ പേര് തുടക്കത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ താഴേക്കുള്ള ഭാഗത്തിൽ ഒരാളുടെ പേര് നമുക്ക് കാണാൻ സാധിക്കും. ക്ലയോഫാവ് എന്നാണ്, അല്ലേ? ക്ലയോഫാവ്. ആ ഭാഗങ്ങൾ നിങ്ങൾ വീടുകളിൽ പോയി വായിക്കണം. ഞാൻ അതിനെ വിശദീകരിക്കുവാനുള്ള, അല്ലെങ്കിൽ വാക്യം വായിച്ച് നിങ്ങളെ വിശദീകരിക്കാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. പെട്ടെന്ന് നിർത്തണമല്ലോ. അപ്പോൾ ക്ലയോഫാവ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഒരാൾ. അപ്പോൾ ക്ലയോഫാവ് ആയതുകൊണ്ട് മറ്റു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ക്ലയോഫാവിൻ്റെ വൈഫായിരിക്കും. കാരണം ക്ലയോഫാവിൻ്റെ വൈഫിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണ സമയത്ത് ആ ക്രൂശോളം ചെന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ക്ലയോഫാവിൻ്റെ ഭാര്യ മേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ കുടുംബമായി ഒരു യാത്ര പുറപ്പെടുകയാണ്. എങ്ങോട്ടാണ്? എമ്മൗസിലേക്കുള്ള മടക്കയാത്രയാണ്. ഇവരുടെ യാത്രയുടെ ഉദ്ദേശം എന്താണ്? ഇവരുടെ യാത്രയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് വാദിച്ചു പോവുകയാണ്. ഒരാൾ പറയുന്നു, ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് വാദിച്ച് എമ്മൗസിലേക്കുള്ള മടക്കയാത്രയാണ്. ഈ മടക്കയാത്ര എന്ന് പറയാനുള്ള കാരണം, നാളുകൾക്ക് മുമ്പേ യേശുവിൻ്റെ പുറകെ ഇവർ യെരൂശലേമിലേക്ക് യാത്ര ചെയ്ത ഒരു ഫാമിലിയാണ്. സകലവും വിട്ട് യേശുവിനെ മാത്രം
നോക്കി യേശു രാജാതി രാജാവാണ്, ഞങ്ങൾ ഇപ്പോൾ ഭരിക്കും, അവൻ മിശിഹയാണെന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ പിറകെ പോയ ഒരു ഫാമിലിയാണ് ഇവർ ഇങ്ങനെ പോകുന്ന സമയത്ത് ആമേൻ ഇവരുടെ കൂടെയുള്ള പലരും പറഞ്ഞേക്കാം, നീ ഇങ്ങനെ പോകരുത്, ആമേൻ ഇത് അബദ്ധമാണ്, ആമേൻ നമ്മളുടെ ഫാമിലി വിട്ടു പോകരുത്, നിങ്ങളുടെ കുടുംബം വിട്ടു പോകരുത് എന്നെല്ലാം ഇവരെ നോക്കി പറഞ്ഞവരുടെ ഇടയിലേക്ക് ഇവരൊരു മടക്കയാത്ര നടത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചാണ് ഇവർ യാത്ര തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഇവരുടെ യാത്രയുടെ പ്രത്യേകത, ഇവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി. ഒരു നഷ്ടബോധത്തോടു കൂടിയാണ് ഇവർ യാത്ര പോകുന്നത്. ഒരു യാത്ര, വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയുള്ള കുറെ യാത്രകളെ നമുക്ക് കാണാൻ സാധിക്കും. യെരൂശലേം, ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും മോവാബ് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ഒരു കുടുംബം യാത്ര തിരിക്കുകയാണ്. മോവാബ് എന്ന് പറയുന്ന സ്ഥലത്ത്, ബേത്ലഹേം എന്ന് പറയുന്നത് അപ്പത്തിന്റെ ഭവനമാണ്, അല്ലേ പാസ്റ്ററെ? അപ്പത്തിന്റെ ഭവനം. മോവാബ് എന്ന് പറയുന്നത് പണ്ട് മുതലേ ശപിക്കപ്പെട്ട സ്ഥലമാണ്. മോവാബ് ശപിക്കപ്പെട്ടത് എങ്ങനെയാണെന്നല്ല വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയാണ്? ലോത്തിന്റെ കാലത്ത് തൊട്ടേ ശപിക്കപ്പെട്ട ഒരു സ്ഥലമാണ് മോവാബ് എന്ന് പറയുന്നത്. മോവാബ് എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാത്ത സ്ഥലമാണ്. മോവാബ് എന്ന് പറയുന്നത് ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന സ്ഥലമാണ്. ആ മോവാബിലേക്ക് ഒരു കുടുംബം യാത്ര ചെയ്യുകയാണ്. അപ്പത്തിന്റെ സ്ഥലം, ആരാധനയുടെ സ്ഥലം, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സ്ഥലത്തു നിന്നും ഇവർ അപ്പത്തിന് വേണ്ടിയോ മോവാബിലേക്ക് പോവുകയാണ്. ഇവരുടെ യാത്രയുടെ പ്രത്യേകത, ഇവർക്ക് ഇവിടെ ഫുഡ് ഇല്ലാത്തതാണ് ഇവിടെ പ്രശ്നം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ആഹാരം തരും, പാലും തേനും ഒഴുകുന്ന ദേശമാണിത്. ഇവിടെ ആഹാരമുണ്ട്, ഫുഡുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ദൈവത്തെ സേവിക്കാമെന്ന് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയിൽ ഇപ്പോൾ എന്തില്ല? ഫുഡില്ല, ക്ഷാമമാണ്. അപ്പോൾ സാഹചര്യം കൊണ്ട് ഇവർ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇവരുടെ സിറ്റുവേഷൻ, ഇന്ന് പകലിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. സിറ്റുവേഷൻ മുഖാന്തരം പലപ്പോഴും വാഗ്ദത്തത്തിൽ നിന്നും തെന്നിമാറാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ പ്രശ്നമാണോ? അല്ല, സാഹചര്യമാണ്. സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പിന്മാറ്റങ്ങൾ, സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ചിലരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊരു പ്രൊഫറ്റിക് ദൂത് നിങ്ങളോട് പറയാം. ഇന്ന് പകലിൽ നിങ്ങളുടെ സാഹചര്യത്തെ വേരോടെ തുടച്ചു മാറ്റുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ സിറ്റുവേഷനുകളെ എന്റെ ദൈവത്തിന്റെ ആത്മാവ് പൊളിച്ചെഴുതാൻ പോവുകയാണ്. നിന്റെ സിറ്റുവേഷനുകളെ ദൈവത്തിന്റെ ആത്മാവ് പൊളിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഇവർ സാഹചര്യങ്ങൾ കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. മോവാബിലേക്ക് പോകരുത് എന്ന് ഇവരുടെ ഹൃദയം ഇവരോട് പറയുന്നുണ്ട്, ഇവരുടെ നിയമം ഇവരോട് പറയുന്നുണ്ട്. പക്ഷേ ഇവർ പോകേണ്ടി വന്നു. കാരണം സാഹചര്യമാണ്. കാരണം ഈ സ്ഥലത്ത് നിന്നാൽ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ കഴിയത്തില്ല, ഇവിടെ ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോകും എന്നുള്ള കാരണത്താൽ നവോമിയും കുടുംബവും മോവാബിലേക്ക് യാത്ര ചെയ്യുകയാണ്. മോവാബിൽ ചെന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? മോവാബിൽ ചെന്ന് ഇവരുടെ കുടുംബം നശിച്ചുപോയി, ശിഥിലമാക്കപ്പെട്ടു. അതിനുശേഷം ഇവർ തിരിച്ചു വരുന്നത് നഷ്ടബോധത്തോടു കൂടിയാണ്. ഇന്ന് പകലിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പിന്മാറിപ്പോയ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയിൽ തിരിച്ചു കൊണ്ടുവന്ന് അവരെ നിറയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അഭിഷക്തന്മാർ, ദൈവമക്കൾ, ദൈവസഭയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആരും മടങ്ങി പഴയ വിശ്വാസത്തിലേക്ക് പോകണമെന്നില്ല. പക്ഷേ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നും നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഞാനൊരു ഫ്യൂണറൽ സർവീസിന്
കഴിഞ്ഞ ദിവസങ്ങൾ അറ്റൻഡ് ചെയ്യുവാനിടയായി. ഇന്നലെ ഒരു അനുശോചനം പറയുവാൻ വേണ്ടി അവരുടെ ചെറിയ ഒരു കൂട്ടായ്മയിൽ എനിക്ക് ഭാഗ്യമൊരുക്കി. അവിടെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം എഫീസ്യ ലേഖനത്തിനകത്തെ ഒരു പദമാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിന്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിന്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം എന്ന പദം എന്തിനാ ഉദ്ദേശിച്ചിരിക്കുന്നത്? വിശുദ്ധന്മാർക്ക് എന്തിനാ യഥാസ്ഥാനം? പാപികൾക്കല്ല യഥാസ്ഥാനം വേണ്ടത്. വിശുദ്ധന്മാർക്ക് എങ്ങനെ യഥാസ്ഥാനം വരേണ്ടത്? വിശുദ്ധന്മാർക്കും സ്ഥാനം തെറ്റിപ്പോകുമോ എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ വന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവരുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഇതുപോലെയുള്ള പിന്മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? മാനസിക തലങ്ങളിൽ. ഹല്ലേലൂയ. അസാധാരണമാകുന്ന അത്ഭുതങ്ങൾക്കും അസാധാരണമാകുന്ന അഭിഷേകത്തിനും നമ്മൾ അസാധാരണമായി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവചിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു പിൻവാങ്ങലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ മാനസിക മേഖലകളിൽ. അർത്ഥം തെളിയിക്കാം. ചൂരച്ചെടിയുടെ തണലിൽ ഒരുവൻ കിടക്കുകയാണ്. അവന്റെ പേര് ഏലിയാവെന്നാണ്. അവന്റെ പ്രത്യേകത, അവനിപ്പോൾ തകർന്നു നിൽക്കുകയാണ്. അവന്റെ ശാരീരികമായ ക്ഷീണമല്ല അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, മനുഷ്യ അവന്റെ അകത്തെ മനുഷ്യൻ തകർന്നിരിക്കുകയാണ്. എന്താണ് കാരണം? ഗിലെയാദിലെ മനശ്ശെ ഗോത്രത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഗിലെയാദ് പർവ്വത സമഭൂമിയിൽ അവൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ രാജ്യത്തോട് പറയാനുള്ള ദൂത് ദൈവം അവന്റെ നാവിൽ കൊടുത്തു. ആഹാബ് എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് ചെന്ന് ദൂത് പറഞ്ഞു, ഞാൻ പറയാതെ ഇനി എന്തുണ്ടാകത്തില്ല, മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അവിടുന്ന് ദൈവം അവനെ കെരീത്തിലേക്ക് അയച്ചു. കെരീത്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അടഞ്ഞുപോയി. അവനെ മാനസികമായി തകർന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് അറിയുമോ? അടുത്തൊരു ഡോർ അവന് മുമ്പിൽ തുറന്നു. സാരാബത്ത് എന്ന് പറയുന്ന ഡോർ തുറന്നു. സാരാബാത്തിൽ ചെന്നപ്പോൾ സാരാബാത്തിൽ ഭയങ്കരമാകുന്ന സമൃദ്ധി വെളിപ്പെട്ടു. സമൃദ്ധി, ആ ദേശം മുഴുവനും ആ സമൃദ്ധി കൊണ്ട് നിറച്ചു. സാരാബാത്തും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേന് അടഞ്ഞുപോയി. മാനസികമായിട്ട് തകർന്നില്ല. കാരണം ഒരു കർമ്മേലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കർമ്മേലുണ്ട്. വാസ്തവത്തിൽ ദൈവം തീ ഇറക്കുന്ന കർമ്മേലാണ് തൻ്റെ മിനിസ്ട്രിയുടെ എൻഡിങ് എന്ന് താൻ വിചാരിച്ചു. കാരണം ഈ കർമ്മേൽ എന്ന് പറയുന്ന ആ മലയുടെ മുകളിൽ പ്രവാചകന്മാരെയൊക്കെ സാക്ഷി നിർത്തി ദൈവത്തിൻ്റെ തീ ഇറക്കിയാൽ സകലരും ദൈവത്തെ വിശ്വസിക്കുകയും അവിടെ കൊണ്ട് എൻ്റെ നിയോഗം തീർന്നുവെന്ന് വിചാരിച്ചു. തൻ്റെ പ്രതീക്ഷ അതാണ്. എന്താ? എന്താ? ഇപ്പോൾ ഇവർ വിശ്വസിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇസബേലിനെ ഞാൻ സ്നാനപ്പെടുത്താൻ പോവുകയാണ്. ഒരു സ്നാനക്കുളമൊക്കെ റെഡിയാക്കിയാണ്, മനസ്സുകൊണ്ടൊരു സ്നാനക്കുളമൊക്കെ റെഡിയാക്കിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവം അതുപോലെ തന്നെ ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇസബേലിന് പഴയതിനേക്കാൾ വൈരാഗ്യം കയറി. താൻ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചില്ല. ഹല്ലേലൂയ. താൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. ജനം വിശ്വസിച്ചു, പക്ഷേ ആമേൻ, തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ താൻ മരണയോഗ്യനായി മാറി. അസാധാരണമായ അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്തങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ഫേമസ് ആകുകയല്ലായിരുന്നു, മറിച്ച് താൻ ഒളിവിൽ പോകേണ്ടി വന്നു. തകർന്നു നിൽക്കുക, മാനസികമായിട്ട് തകർന്നു നിൽക്കുക. പ്രതീക്ഷകൾ അസ്തമിച്ചു പോയവന്റെ തകർച്ച. ദൈവമാണോ കുറ്റക്കാരൻ? നോ, അല്ല. നിന്റെ മനസ്സാണ് കുറ്റക്കാരൻ. നീ മനസ്സുകൊണ്ട് ഒരു ബൗണ്ടറി ഇട്ടു, ഇതാണ് എൻ്റെ അവസാനമെന്ന്. നോ, ഇതല്ല നിന്റെ അവസാനം. ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആമേൻ. പ്രവാചകൻ വിചാരിച്ചു ഇതാണ് എൻ്റെ അവസാനം, ഇതാണ് കർമ്മേലാണ് എൻ്റെ അവസാന ശുശ്രൂഷ. നോ, കർമ്മേലല്ല. ചൂരച്ചെടിയുടെ തണലിൽ ആമേൻ കിടക്കുന്ന നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൂതൻ. നിനക്ക് ആഹാരം കൊണ്ടു തരുന്ന ഒരു ദൂതൻ. കൈയടിക്കാൻ വരട്ടെ.
ശ്രദ്ധിക്കണേ, ദൂതൻ കൊണ്ടുവന്ന് ആഹാരം കൊടുത്തു, ബലപ്പെടുത്തി, കാര്യം ശരിയാ. വീണ്ടും അവൻ എന്ത് ചെയ്തു? ഉറങ്ങിയെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? കാരണം ഇവൻ മാനസികമായി ഇതുവരെ ബലപ്പെട്ടിട്ടില്ല. ഇവന്റെ ശുശ്രൂഷ തീർന്നുവെന്ന് തന്നെയാണ് താൻ വിചാരിക്കുന്നത്. പക്ഷേ അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നത്, അവനെ വന്ന് പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഏലിയാവേ, തീർന്നില്ല, 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 നിനക്കൊരു യാത്രയുണ്ട്. അവൻ നിന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ടല്ല അവസാനിക്കുന്നത്. നീ പോ, ഒരുവൻ വയലിൽ പണി ചെയ്യുന്നു, അവന്റെ മേളിൽ നിന്റെ പുതപ്പെടുത്തെറിയ. ഇതാണ് നിന്റെ മിനിസ്ട്രിയുടെ എൻഡിങ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മാനസിക തലങ്ങളിൽ തകർന്നു നിൽക്കുന്ന അഭിഷക്ത ഇവിടം കൊണ്ട് തീർന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നോ! ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ പുതപ്പ് വീഴുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവ് മടങ്ങി വരവ് നിയോഗത്തിലേക്ക് ചിലരെ ദൈവത്തിന്റെ ആത്മാവ് മടക്കി കൊണ്ടുവരികയാണ്. അവൻ കുടുംബ ബന്ധങ്ങൾ തകർന്നുവെന്ന് നീ വിചാരിക്കുന്നു. ഇനി ഒരു മിനിസ്ട്രി ഇല്ലെന്ന് നീ വിചാരിക്കുന്നു. ഇനി ഒരു പ്രൊഫറ്റിക് മേഖല എന്റെ മുമ്പിൽ തുറന്നു വരത്തില്ലെന്ന് നീ വിചാരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, അവൻ പുതിയ പുതിയ പുതപ്പുകളെ അവൻ നിന്റെ മേലിലിട്ട്, പുതിയ നിയോഗങ്ങളെ നിന്റെ മേലിലിട്ട്, രാജ്യങ്ങളുടെ പേറുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ചില അഭിഷക്തന്മാരെ കയറ്റിവിടുകയാണെന്ന് ആത്മാവിനോട് പറഞ്ഞാൽ കൈയടിക്കുകയാണെങ്കിൽ നല്ലതുപോലെ കരമടിച്ച ദൂതിനെ ഏറ്റെടുത്താട്ടെ. അവൻ നിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഉറപ്പിക്കാൻ പോകുകയാണ്. അവൻ ഈ 2024 മാർച്ച് മാസം തീരുന്നതിന് മുൻപ് ചില കുടുംബങ്ങൾക്ക് വേണ്ടി പുതിയ ഡോറുകളെ, അവൻ പുതിയ കുടുംബങ്ങൾക്ക് വേണ്ടി പുതിയ ഡോറുകളെ, ചില കുടുംബങ്ങൾക്ക് വേണ്ടി പുതിയ ഡോറുകളെ ദൈവത്തിന്റെ ആത്മാവ് ഓപ്പൺ ചെയ്യുന്നുവെന്ന് ഇവിടെ ഇരിക്കുമ്പോഴും സാമ്പത്തികത്തെ കുറിച്ച് ഓർത്തുകൊണ്ട്, അയ്യോ ഇനി എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും, ക്രിസ്മസ് ഒക്കെ വരുന്നു, ന്യൂ ഇയർ ഒക്കെ വരുന്നു, എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്, അവൻ നിനക്ക് വേണ്ടി പുതിയ ഡോറുകളെ അവൻ തുറക്കാൻ പോവുകയാണ്. മാനസിക തലങ്ങളിൽ തകർന്നിരിക്കുന്ന ചിലർക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ അഭിഷേകം. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, അവൻ മനസ്സിനെ സുഖമാക്കുന്ന, മനസ്സിനെ തൊടുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ ബൈബിൾ വാക്യം ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അവൻ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് പകൽ അവൻ ദൈവത്തിന്റെ ആത്മാവിന് പറയുന്നു, നിന്റെ മാനസിക തകർച്ചകളെ അവൻ തുടച്ച് മാറ്റുകയാണ്. ഒരു ഫാമിലി അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് എമ്മൗസിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇനി തന്റെ ഗുരുവിനെ കാണുമെന്ന് പോലും അവർക്ക് പ്രതീക്ഷയില്ല. അവർ പോവുകയാണ്. പോകുമ്പോൾ ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നു, അവിടെ ഭാഗം പറഞ്ഞിരിക്കുകയാണ്, അവരോട് ചേർന്ന് ഒരുവൻ നടക്കുകയാണ്. അവർക്കറിയത്തില്ല അവരുടെ കൂടെ ഇവർ വിചാരിക്കുന്ന ആളുണ്ടെന്ന്. ഇന്ന് ഞാനൊരു കാര്യം വിളിച്ച് പറയാം, സകലതും വിട്ട് യേശുവിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങൾ പോലും അറിയാതെ ഒരുത്തൻ നടക്കുന്നുണ്ട്.
അവന്റെ പേരാണ് യേശു. കൂടെ നടക്കുന്നവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. കൂടെ നടക്കുന്നവനാണ് എൻ്റെ യേശു. ചിലപ്പോൾ അവൻ ബന്ധുക്കൾ നിങ്ങളുടെ കൂടെ കാണത്തില്ല, കൂടെ ഇറങ്ങിയ പലരും നിങ്ങളുടെ കൂടെ കാണത്തില്ല, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ കൂടെ കാണത്തില്ല, അവൻ ഇവിടെ വർഷിപ്പ് ചെയ്യുന്ന, ഇവിടെ കീബോർഡ് വായിക്കുന്ന ആരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. പക്ഷേ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഭാര്യയോ, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ഭർത്താവോ നിങ്ങളുടെ കൂടെ കാണത്തില്ല. പക്ഷേ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ യേശു നിന്റെ കൂടെ നടക്കും. Come on, hallelujah. വിശുദ്ധ ബൈബിളിൽ ഞാൻ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഭാഗോടെ പറയാൻ ഞാൻ മറന്നു, ഒരു ഭാഗോടെ പറയാൻ ഞാൻ വിട്ടുപോയി. ഏലിയാവിനോട് പറഞ്ഞു, നീ പുതപ്പെടുത്ത് ആരുടെ മേലിടണം? എലീശയുടെ മേലിടണം. വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് ഒരു അഡോപ്ഷനാണ്. പഴയ നിയമത്തിൽ ഒരുവൻ പുതപ്പെടുത്ത് ഒരുവന്റെ മേളിലിട്ടാൽ അവനെ ദത്തെടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദത്തെടുക്കുന്നു. എലീശയെ താൻ ദത്തെടുക്കുകയാണ്, തൻ്റെ മകനായി ദത്തെടുക്കുകയാണ്. ശുശ്രൂഷയൊന്നും തീർന്നിട്ടില്ല. ഇനി നിനക്ക് ഒരു മകനെ ദൈവം തരാൻ പോവുകയാണ്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുകയാണ്, ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ ജനനങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. അതങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു മകനും കൂടെ ദൈവാത്മാവ് തരാൻ പോവുകയാണ്. ശരിയെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് ദൂത് പറയാൻ പറയുന്നു, നിങ്ങൾക്കൊരു മകനെയും കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് തരും. സെപ്റ്റംബർ മാസം എന്നൊരു മാസത്തെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ ഒരു മകൻ ഇരിക്കുന്നത് ഞാൻ കാണുകയാണ്. ശുശ്രൂഷയുടെ അടുത്ത തലങ്ങൾ ദൈവാത്മാവ് ഓപ്പൺ ചെയ്യും. ഭയങ്കര സാക്ഷ്യമായിരിക്കും അത്. ഹല്ലേലൂയ. തിരുവല്ലയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ദൈവാത്മാവ് കത്തിക്കും. ഹല്ലേലൂയ. നിങ്ങളെ തിരുവല്ലയുമായി ബന്ധപ്പെട്ട് ഒരു സഭയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കും. ഈ സഭയുടെ അടുത്തൊരു ബ്രാഞ്ച് തിരുവല്ലയിൽ വരുന്നത് ഞാൻ കാണുകയാണ്. തിരുവല്ലയുമായി ബന്ധപ്പെട്ട് കർത്താവ് കത്തിക്കാൻ പോവുകയാണ് നിങ്ങളെ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മിനിസ്ട്രിയുടെ തലങ്ങൾ. ആമേൻ. ഇപ്പോഴും ഒരു പാട്ടുകാരൻ എന്ന ലെവലിലല്ല നിങ്ങളെ ഇനി കാണാൻ പോകുന്നത്. 2024 ആമേൻ നിങ്ങളെ കാണാൻ പോകുന്നത് പാട്ടുകാരൻ എന്ന ലേബലിലല്ല. ആമേൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇനി നിങ്ങളെ ശുശ്രൂഷകൻ എന്ന നിലയിൽ വചനത്തിൻ്റെ ശുശ്രൂഷകൾ, അവൻ വചനത്തിൻ്റെ ശുശ്രൂഷകൾക്ക് മാത്രം വിളിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് 2024 അടുത്തൊരു അപ്ഡേഷൻ നിങ്ങളുടെ മിനിസ്ട്രി തരാൻ പോവുകയാണെന്ന് ആത്മാവിനോട് ദൂത് പറയുകയാണ്. കരമടിച്ച് ദൈവസഭ ഇത് നിങ്ങൾ എഴുതിയിട്ടോ കേട്ടോ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദൂതിനെ നിങ്ങൾ എഴുതിയിട്ടോ. കാരണം ഞാൻ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൂത് എന്നോട് പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ദൂത് നിങ്ങൾക്ക് ആമേൻ, ആമേൻ, ആമേൻ. ഇത് ഇങ്ങനെ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചെയ്യാം. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങൾക്കൊരു ആൺ തലമുറയും കൂടെ ദൈവാത്മാവ് തരും. അത് ഭയങ്കര അത്ഭുതമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അത്ഭുതത്തിന്റെ ജനനം. ആമേൻ. സെക്കറിയാവിനോട് ദൂതൻ പറഞ്ഞതുപോലെ ഒരു അത്ഭുതമായ ഒരു ജനനം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന് ആത്മാവിനോട് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു കുടുംബം യേശുവിനെ വിട്ടു പോവുകയാണ്. യേശു അവരുടെ കൂടെ നടക്കുകയാണ്. ഞാൻ ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം മുന്നോട്ട് പോവുകയാണ്. ഞാൻ സമയമില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഇവരുടെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച്, പ്രതീക്ഷകളെല്ലാം കൈവിട്ടവരായി യേശുവിനെ വിട്ടുപോവുകയാണ് ഈ കുടുംബം. ഇന്ന് പകലിലും ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, പ്രതീക്ഷകളൊന്നും കൈവിടരുത്, കൂടെ ഒരുത്തനുണ്ട് കേട്ടോ. അവസാനം ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ആ ഭാഗമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ബൈബിൾ പഠിക്കുന്നു, അവൻ അപ്പം എടുത്ത് നുറുക്കിയപ്പോൾ ഇവരുടെ കണ്ണ് തുറന്നു.
അടുത്ത ഭാഗം. ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം എന്ത് ചെയ്തു? കത്തിക്കൊണ്ടിരുന്നല്ലയോ? വചനം ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? കത്തിക്കൊണ്ടിരുന്നെന്ന്. ആമേൻ. ഇവൻ യേശുവാണെന്ന് ഇവർ മനസ്സിലായില്ല. ഇവർ ഇത്രയും നാളും കൂടെ നടന്ന ഗുരു എന്ന് ഇവർക്ക് മനസ്സിലായില്ല. പക്ഷെ ഇവൻ പറഞ്ഞ വചനം ഇവരുടെ ഉള്ളിൽ കത്തി. വചനം കത്തിക്കഴിഞ്ഞാൽ ചിലത് നടക്കും. വചനം കത്തിയാൽ ചിലത് നടക്കും. ആമേൻ. ഇതാണ് എൻ്റെ വിഷയം ഇന്ന്. വചനം നിന്റെ ഉള്ളിൽ കത്തിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഈ പറയുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തോ സ്ഫോടനം നടക്കുന്നത് പോലെ, അവൻ ഇരിക്കാൻ പറ്റാത്തതുപോലെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം ഈ വചനം നിങ്ങളെ കത്തിക്കുന്നു എന്നാണ്. ആ കത്തല നിങ്ങളെ അസ്ഥിയെ പിടിക്കും. ആമേൻ. നിങ്ങളുടെ ശരീരത്തെ പിടിക്കും. ആമേൻ. ആ തീ നിങ്ങളുടെ ദേശത്തെ മിഴുങ്ങത്തക്കവണ്ണം. ആമേൻ, 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 ആമേൻ. വചനം കത്താൻ പോവുകയാണ് സഭയ്ക്കകത്ത്. വചനത്തിന്റെ ഒരു എക്സ്പ്ലോഷൻ ഈ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. വചനത്തിന്റെ ഒരു എക്സ്പ്ലോഷൻ. വചനം ഹൃദയത്തിൽ കത്തിക്കുന്ന രീതിയിൽ വചനത്തിന്റെ ഒരു എക്സ്പ്ലോഷൻ ആമേൻ സഭയ്ക്കകത്ത് നടക്കാൻ പോവുകയാണെന്ന് ആത്മാവനോട് ദൂത് പറയുന്നു. വചനം, വാക്കുകൾ. വചനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വാക്കുകൾ എന്നാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്തുകൾ എന്നാണ്. പക്ഷേ അതിന് ട്രാൻസ്ലേഷനകത്ത് വചനം എന്ന് പറയുന്ന പദമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ആമേൻ. വചനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വാക്ക് എന്നാണ്. വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ അബ്ദുൽ കലാം, ആമേൻ, നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം മരിച്ച സമയത്ത് അടൂരിൽ കൂടെ യാത്ര ചെയ്തവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അടൂരിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? സ്വപ്നത്തിന് ചിറക് വെച്ച മഹത് വ്യക്തി. സ്വപ്നങ്ങൾക്ക് എന്ത് ചെയ്തു? ചിറക് വെച്ചു. ഞാനിങ്ങനെ ചിന്തിച്ചു, സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കുവാൻ അബ്ദുൽ കലാമിന് എങ്ങനെ സാധിച്ചു? അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പലരുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചു കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? കേവലം ഒരു മനുഷ്യനായിരിക്കുന്ന അബ്ദുൽ കലാമിന്റെ വാക്കുകൾക്ക് പല യുവാക്കളുടെയും സ്വപ്നത്തിന് ചിറക് വയ്ക്കാൻ സാധിക്കുമെങ്കിൽ യഹോവയുടെ വചനത്തിന്, സകലത്തെയും സൃഷ്ടിച്ച യഹോവയുടെ വചനത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ പറയുന്നു, നീ പിന്മാറിപ്പോയവനായിരിക്കും, പക്ഷേ യഹോവയുടെ വചനം നിന്റെ ഹൃദയത്തെ കത്തിക്കും. എല്ലാം ഇട്ടിട്ട് ഇനി ഒന്നും വേണ്ട, ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഇനി ഞാൻ പ്രതീക്ഷയില്ല, എനിക്കിനി ഒരു തുടക്കം ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് പിന്മാറിപ്പോയ വ്യക്തിയെ, മനസ്സുകൊണ്ട് മാറിപ്പോയ വ്യക്തിയെ ഇന്ന് രാത്രി നിന്നെ നോക്കി ദൈവത്തിന് ദൂത് പറയുകയാണ്, നോ, നിന്നെ കത്തിക്കാൻ യഹോവയുടെ വചനം. ഒത്തിരി ദൈവിക ദൂതുകൾ ഞങ്ങൾ കേട്ടതാ പാസ്റ്റർ. ഇങ്ങനെയുള്ള ദൂതുകൾ കേട്ട് ഞങ്ങൾ മടുത്തു. ആമേൻ. ഒത്തിരി ദൂതുകൾ കേട്ടതാ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. ഇതാണോ നിങ്ങളുടെ വിഷയം? ഇന്ന് പകലിൽ ആത്മാവിനോട് പറയുന്നു, വചനം കത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് മാറാൻ പറ്റാത്തതുപോലെ വചനത്തിന്റെ കത്തൽ നിന്റെ ഹൃദയത്തിനകത്ത് നടക്കാൻ പോവുകയാണ്. വചനത്തിന് പവറുണ്ട് പ്രിയമുള്ളവരെ. വേർഡിന് പവറുണ്ട്. യേശുവിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. ചില സമയത്ത് യേശുവിൻ്റെ വാക്കുകൾ ഭയങ്കര പവറാണ്. യേശു, ആമേൻ, ഞാൻ ഒരു 10 മിനിറ്റിനകത്ത് നിർത്തും. യേശുവിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. യേശുവിൻ്റെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ വചനങ്ങൾ ഭയങ്കര ശക്തിയേറിയതാണ്. ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? യേശു പറയുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയും? ശിഷ്യന്മാരോട് ചോദിച്ചാണ്. ശിഷ്യന്മാർ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ. ആമേൻ. ചിലർ പറഞ്ഞു ഏലിയാവ്, ചിലർ പറഞ്ഞു യെശയ്യാവ്. പ്രവാചകന്മാരുടെ പേരാ പറയുന്നത്.
യേശു പറഞ്ഞു, ഇതൊന്നും എനിക്ക് വിഷയമല്ല, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയും. ഈ ജനം പറയുന്നത് എനിക്ക് വിഷയമല്ല, ശിഷ്യന്മാരായിരിക്കുന്ന നിങ്ങൾ എന്നെക്കുറിച്ച്. അപ്പോൾ ഒരുത്തർ എഴുന്നേറ്റ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു അടുത്ത ഭാഗം പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസേ നീ പത്രോസാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട യേശുവിൻ്റെ വാക്ക്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഇത് ഭയങ്കര യേശുവിൻ്റെ വാക്കിനകത്തെ പവർഫുൾ വേർഡാണ്. കാരണം ഈ നിൽക്കുന്നെന്ന് പറയുന്നത് ഫിലിപ്പിൻ്റെ കൈസരിയാണ്. ഈ ഫിലിപ്പിൻ്റെ കൈസരിയിൽ നരബലി നടന്നുകൊണ്ടിരിക്കുന്നു. അസാധാരണമാകുന്ന ദൈവിക പ്രവർത്തികളൊക്കെ നടക്കുന്ന സ്ഥലമൊന്നും അല്ല അവിടെ എന്ന് പറയുന്നത് അനാചാരങ്ങൾ മാത്രം നടക്കുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല, ഈ ഫിലിപ്പിൻ്റെ കൈസരിയ 3 പേർ പൊളിച്ചു പണിത സ്ഥലമാണ്. ഹെരോദാവിൻ്റെ കാലത്തും അലക്സാണ്ടറിൻ്റെ കാലത്തുമൊക്കെ ഇത് പൊളിച്ച് പണിഞ്ഞ് വീണ്ടും പണിത് പിന്നെയും പൊളിക്കും, പിന്നെയും പണിതു, അങ്ങനെ ഏകദേശം 4ഓളം പ്രാവശ്യം പൊളിച്ച് പണിത് ആരാധന സ്ഥലമാണ് ഈ ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറയുന്നത്. ഈ ഫിലിപ്പിൻ്റെ കൈസരിയ പല പ്രാവശ്യം പൊളിച്ച് പണിത സ്ഥലത്ത് നിന്നുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ ഒരു സാധനം പണിയാൻ പോവുകയാണ്, ഞാൻ എൻ്റെ സ്ഥാപനം പണിയാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ സഭയെ പണിയും. ഇവിടെ ഉയർന്നു നിൽക്കുന്ന പാതാള ഗോപുരങ്ങൾക്ക് അതിൻ്റെ മേൽ ജയം ഇല്ല. ഒന്ന്, അവിടെ ഏകദേശം 12 വിഗ്രഹങ്ങളുണ്ട്. ആമേൻ. ബാലിൻ്റെ വിഗ്രഹങ്ങളുണ്ട്. ആമേൻ. അങ്ങനെ പാൽ എന്ന് പറയുന്ന ദേവന്റെ വിഗ്രഹമുണ്ട്. ആമേൻ. ഫിലിപ്പിൻ്റെ കൈസരിയുടെ ഒരു വിഗ്രഹമുണ്ട്. അങ്ങനെ പാലിൻ്റെയും ബാലിൻ്റെയും ആമേൻ ഫിലിപ്പിൻ്റെയും ഒക്കെ വിഗ്രഹമുള്ള ഈ സ്ഥലത്തെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, ഞാൻ എൻ്റെ സഭ പണിയാൻ പോവുകയാണ്. യേശുവിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. പിന്നത്തേതിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവരുടെ എല്ലാം ചരിത്രം അവസാനിച്ചു. ഇന്നും സഭയുടെ ചരിത്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ചാങ്കൂരിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു തന്റെ സഭയെ അവൻ പത്തനാപുരത്ത് മാത്രമല്ല, ചാങ്കൂര് മാത്രമല്ല, അടൂരിൽ മാത്രമല്ല, തിരുവല്ലയിൽ മാത്രമല്ല, ഞാൻ എൻ്റെ സഭയെ പണിയും. ഭൂലോകം മുഴുവൻ എൻ്റെ യേശുവിന്റെ സഭ പണിയപ്പെടാൻ പോവുകയാണ്. അവൻ എത്രയധികം പൈശാചിക മേഖല അതിന്റെ മേൽ ഉയർന്നു വന്നാലും അതിനെ തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ ദൈവം തന്റെ സഭയെ പണിയാൻ പോകുന്നു. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുകയില്ല. യേശുവിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. യേശുവിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകൾ യേശു പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളെല്ലാം പറയുമ്പോഴെല്ലാം ആ വാക്കുകളുടെ മേൽ ഭയങ്കര അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പത്രോസിനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് വലയിറക്കുക. ആഴത്തിലേക്ക്. രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് തിരിച്ചു ചോദിക്കാം, യേശുവേ, ഇതേ കടലിലാണ് അല്ലെങ്കിൽ ഇതേ നദിയിലാണ് ഞാൻ ഇന്നലെ രാത്രി മുഴുവനും വലയിറക്കിയത്. ഇപ്പൊ നീ എന്തിനാ പറയുന്നേ? എടാ, നീ വലയിറക്ക. എൻ്റെ ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ മീൻകൂട്ടങ്ങൾ പെരുകി. അവൻ നിന്റെ വലയിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി നിൽപ്പുണ്ട്. യേശുവിൻ്റെ ഒരു ഒറ്റ വാക്കിന്റെ മുൻപിൽ അമേൻ കാറ്റടങ്ങുന്നതും കടൽ ശാന്തമാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അമേൻ. യേശുവിൻ്റെ വാക്കിന്റെ മുൻപിൽ അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ നടന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇതേ യേശുവാണ് ക്രൂശിൽ കിടന്ന് പറഞ്ഞത്. സകല മാനവകുലത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. സകലവും നിവൃത്തിയായി. എന്താണെന്നറിയാമോ അതിൻ്റെ അർത്ഥം? ആമേൻ. നമുക്ക് വേണ്ടിയുള്ള എല്ലാ ദൈവികമാകുന്ന ഇടപാടുകളും ദൈവം നിവൃത്തിയാക്കി. നിയമങ്ങളെല്ലാം നിവൃത്തിയാക്കി. ഇനിയൊരു ദൈവിക ഇടപാടുകളില്ല. ആരാധനയുമായി ബന്ധപ്പെട്ട് നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടുകളും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. സകലവും നിവൃത്തിയായി. യേശുവിൻ്റെ വാക്കുകൾക്ക് ഭയങ്കര പവറുണ്ട്. പ്രിയമുള്ളവരെ, നിന്നെ കത്തിക്കാൻ, നിന്റെ ഹൃദയത്തെ തൊടാൻ യേശുവിന് സാധിക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ദൈവമേ, എൻ്റെ ഹൃദയത്തെ തൻ്റെ വചനത്താൽ കത്തിക്കണമേ.
ഞാനൊരു കാര്യം പറയാം. മാനസിക തലങ്ങളിൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, മാനസിക തലങ്ങളിൽ തകർന്നു പോയ ക്ലെയോപാവിൻ്റെ കുടുംബം അവസാനം അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയത്തെ വചനം കത്തിച്ചുവല്ലോ. അതായത് മാനസികമായിട്ട് തകർന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ വചനം മനസ്സിനെ കത്തിച്ചെന്ന്. ഇന്ന് പകലിൽ എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയങ്ങളെ കത്തിക്കണമേ? എത്ര പേർ പറയും? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ശബറ ടലറബ സുഠറബ ദുരമനഗദര. കർത്താവേ എന്നെ കത്തിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിനകത്തെ എല്ലാ അശുദ്ധിയെയും നീ എടുത്തു കളയണമേ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ചേർന്ന് പാടിക്കട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒരു വെള്ളി ഒരു തട്ടാന്റെ കയ്യിലിരിക്കുകയാണ്. ഒരു തട്ടാന്റെ കയ്യിലിരിക്കുകയാണ്. ആ വെള്ളിയിൽ നിന്ന് കീടം നീങ്ങാതെ നല്ല ഒരു ഉരുപ്പിടി തനിക്ക് കിട്ടത്തില്ല. അതിനെന്താ ചെയ്തതെന്നറിയുമോ? ആ വെള്ളിയിൽ നിന്നും എല്ലാ കീടങ്ങളെയും താൻ നീക്കിക്കളഞ്ഞു. അല്പം ചില പ്രശ്നങ്ങളുണ്ടാകും, ചില വേദനകളുണ്ടാകും, ചില പ്രതിസന്ധികളുണ്ടാകും. പക്ഷേ ആ വെള്ളിക്കറിയത്തില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനൊരു ഉരുപ്പടിയായി മാറാൻ പോകുകയാണ്. സദൃശ്യവാക്യത്തിനകത്ത് അത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളിയിൽ നിന്ന് കീടം നീങ്ങിയില്ലെങ്കിൽ തട്ടാൻ ഒരു ഉരുപ്പടി കിട്ടത്തില്ല. ഇന്ന് പകലിൽ കർത്താവേ മാനസിക തലങ്ങളിൽ ഞാൻ തകർന്നിരിക്കുകയാണ്. ചില കീടങ്ങൾ എൻ്റെ മാനസിക തലങ്ങളിലുണ്ട്. എവിടെയൊക്കെയോ ഞാൻ ചൂരച്ചെടിയുടെ കീഴിലായിപ്പോയി, മാനസിക തലങ്ങളിൽ ഞാൻ പിന്മാറിപ്പോയി. ഇന്ന് പകലിൽ കർത്താവേ എന്നെ ഒരു നല്ല ഉരുപ്പടിയാക്കി മാറ്റാൻ, ചില കീടങ്ങളെ ഒന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമോൺ, ആ രണ്ട് കരങ്ങളും ചേർത്ത് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ ഗാനം പാടി ദൈവത്തെ ആരാധിക്കാം. ഇന്ന് പകൽ ഒരു ഭയങ്കര ഹോളി സ്പിരിറ്റിന്റെ ഒരു ഇംപാർട്ടേഷൻ ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിൻകരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണമേ. സമർപ്പണത്തോടെ നിൻകരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണമേ. കർത്താവേ എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ അഗ്നിയിൽ കത്തട്ടെ. ഓ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന എന്റെ ഹൃദയത്തിലെ അശുദ്ധിയെ എടുത്തു കളയണമേ. അശുദ്ധിയെല്ലാം ചാരമാ
ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ചേർന്ന് പാടാമോ? ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ എന്റെ വെണ്മയായി തീരട്ടെ എന്റെ കർത്താവേ അഗ്നിയിൽ കത്തട്ടെ അവരുകളത് ചേർന്ന് കർത്താവേ അഗ്നിയിൽ കത്തട്ടെ അശുദ്ധി എല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധി എല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രവാചകനായി ഞാൻ അഭിഷേകം ചെയ്ത് ഈ സഭയെ ഞാൻ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇതിനകത്തു നിന്നും ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. മാനസിക തലങ്ങളിൽ തകർന്നവരല്ല, അവൻ മനസ്സുമായി ബന്ധപ്പെട്ട് ബലമുള്ളവർ, ബലാശാലികൾ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൻ നാമത്തിൽ 2024 കയറുന്നതിന് മുൻപ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാഗ്ദത്തങ്ങളുടെ പടവുകളിലേക്ക് ആമേൻ അസാധാരണമായ അഭിഷേകത്തോടെ കയറുന്ന അഭിഷക്തന്മാരാക്കി ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരെ ഭയന്നോടുന്നവരല്ല, പ്രശ്നങ്ങളെ കണ്ട് ഭയന്നോടുന്നവരല്ല. ആമേൻ ആമേൻ. യാത്ര ആമേൻ ഒരിക്കലും ഭയത്തിന്റെ യാത്രയാകരുത്, നിയോഗത്തിന്റെ യാത്രകളായി മാറട്ടെ കർത്താവേ. ആമേൻ. പിന്മാറിയുള്ള യാത്രകളല്ല ഞങ്ങൾക്ക് വേണ്ടത്, മറിച്ച് ആമേൻ നിയോഗങ്ങളിലേക്കുള്ള യാത്ര. ആമേൻ. ഓ റബ ശകതല റബ ദുരികടകത്തിന്റെ പുതപ്പുകൾ, അഭിഷേകത്തിന്റെ പുതപ്പുകൾ വാങ്ങുവാനുള്ള യാത്രകൾ, അവൻ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ. അവൻ ഇന്ന് പകലിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള യാത്രകളെ ഞാൻ ഈ സഭയ്ക്കകത്ത് യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അതങ്ങനെ സംഭവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സമയം അനുവദിച്ച സഭയ്ക്ക് യേശുവിൻ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു നിമിഷം കണ്ണുകളെ അടച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശം ഇന്ന് പകലിൽ കേൾക്കാനിടയായി പരിശുദ്ധാത്മാവിലൂടെ അഭിഷിക്തനിലേക്ക് പകർന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഇവിടെ കൂടി വന്ന ജനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടല്ലോ. ഒരു നിമിഷം എല്ലാവരും